നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പരുതൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മോഷണവും മോഷണ ശ്രമവും. സ്വർണമാണെന്നു കരുതി മോഷ്ടാവ് കവർന്നത് ഗ്യാരണ്ടി ആഭരണങ്ങൾ. മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പരുതൂർ പഞ്ചായത്തിലെ കൊടുമുണ്ട, ഉരുളാമ്പടി, നാടവറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മോഷണവും മോഷണശ്രമവും നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു സംഭവം. കൊടുമുണ്ട ഉരുളാമ്പടി തീണ്ടാമ്പാറ വീട്ടിൽ മുജീബ് റഹ്മാന്റെ വീട്ടിൽ കയറിയ മോഷ്ടാവ് വീട്ടിലെ അലമാറിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളാണ് കവർന്നത്. സ്വർണ്ണാഭരണങ്ങളാണെന്ന് കരുതിയാണ് മോഷണം നടത്തിയതെങ്കിലും കൊണ്ടുപോയത് ഗ്യാരണ്ടി ആഭരണങ്ങളാണെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് മുജീബ് റഹ്മാൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ നാടപറമ്പിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണശ്രമവും നടന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും വിലപ്പെട്ടതൊന്നും മോഷണം പോയിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അർദ്ധരാത്രിയിൽ മോഷ്ടാവ് പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നാടപറമ്പ് ഹൈസ്കൂളിന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും തൊട്ടടുത്ത വീട്ടിലും മോഷ്ടാവ് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മോഷ്ടാവ് പ്രദേശത്തെ ചുറ്റിക്കറങ്ങുന്നതും വാഹനങ്ങൾ വരുമ്പോൾ ഒളിച്ചു നിൽക്കുന്നതുമെല്ലാം CCTV ക്യാമറയിൽ ദൃശ്യമായിട്ടുണ്ട്. ലഭ്യമായ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ തൃത്താല പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും പോലീസ് അധികൃതർ വിവരം നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവും നാട്ടുകാരിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇതോടെ പാലത്തിലേക്ക് പ്രവേശിക്കാനായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു. അപ്രോച്ച് റോഡ് നിർമ്മാണം കൂടി അതിവേഗം പൂർത്തീകരിച്ച് പാലത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആനക്കര വില്ലേജിലെ 64 സർവേ നമ്പറിലും കുറ്റിപ്പുറം പഞ്ചായത്തിൽ 65 സർവേ നമ്പറിലുമായി 98 വ്യക്തികളുടേതായി 170.52 സെന്റ് സ്ഥലമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തത്. ഇതിൽ വീടുകളും കെട്ടിടങ്ങളുമായി 10 എണ്ണവും 49 മതിൽ, ഗേറ്റ് എന്നിവയും 3 കിണറുകളും ഉൾപ്പെടുന്നുണ്ട്. ഷട്ടറുകൾ സ്ഥാപിക്കാൻ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഏതാണ്ട് മുഴുവൻ ജോലികളും കാങ്കപ്പുഴയിൽ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്ന ചെറിയ ശതമാനം ജോലികളും മറ്റും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ചെയ്യാൻ കഴിയൂ. 102 കോടി ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. 2022 ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ 2 വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയത്. ഗതാഗതത്തിനൊപ്പം പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും വിനോദസഞ്ചാരവും ലക്ഷ്യമിടുന്നതാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ പദ്ധതി. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം പിൻവലിച്ചു. ഇനി രാത്രികാലങ്ങളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം നീക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മുതലാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ടൗണിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് ഗതാഗത നിയന്ത്രണം നീക്കിയത്. മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ ടൗണിലൂടെയാണ് കടന്നു പോകുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണം ഇന്നു മുതൽ രാത്രികാലത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. എല്ലാ ദിവസവും രാത്രി 8:30 മുതൽ രാവിലെ 7 മണി വരെയാണ് ടൗണിൽ ഗതാഗത നിയന്ത്രണം ഇനി ഏർപ്പെടുത്തുക. ഈ സമയത്താണ് മറ്റു നിർമ്മാണ പ്രവൃത്തികൾ പാതയിൽ നടപ്പാക്കുവാൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം യാത്രക്കാരെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും ടൗണിൽ പുരോഗമിക്കുന്നുണ്ട്. പഴയ റോഡ് വലിയ ആഴത്തിൽ പൊളിച്ചു മാറ്റി മെറ്റലെല്ലാം ഇട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വരെ നടപ്പാക്കിയത്. തുടർന്ന് റബ്ബറൈസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതും കുടിവെള്ള പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിന സ്നേഹസംഗമ റാലി നടത്തി. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നിന്നും വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച റാലിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ആനി വിനു, സിജി സാബു, സവിത അജി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി,
കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. ആതിര, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃത, പാലിയേറ്റീവ് നഴ്സുമാർ, MLSP അംഗങ്ങൾ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ചാലിശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. സ്നേഹസംഗമ റാലി CHCയിൽ സമാപിച്ച ശേഷം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. ആതിര പാലിയേറ്റീവ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പട്ടാമ്പിയിൽ നിന്നും മോഷ്ടിച്ച പോത്തിനെ വിൽക്കാനുള്ള ശ്രമത്തിനിടെ കുന്നംകുളം സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. വാണിയംകുളം ചന്തയിൽ പോത്തിനെ വിൽക്കുന്നതിനിടെയായിരുന്നു ഇയാൾ പിടിയിലായത്. പോത്തിനെ മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കുന്നംകുളം സ്വദേശിയെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴായൂർ സ്വദേശി അഷറഫിന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. പട്ടാമ്പി നമ്പറത്ത് പുല്ലും വെള്ളവും ഭക്ഷിച്ചുകൊണ്ടിരുന്ന പോത്തിനെ കുന്നംകുളം ചിറമനങ്ങാട് സ്വദേശി റഹിനാസാണ് മോഷ്ടിച്ചത്. തുടർന്ന് റെയിൽവേ ലൈനിലൂടെയും ഇടവഴികളിലൂടെയും 2 കിലോമീറ്ററോളം നടന്ന് ഉമിക്കുന്നിൽ എത്തുകയും പിക്കപ്പ് വാഹനം വിളിച്ച് പോത്തിനെ കയറ്റി വാണിയംകുളം ചന്തയിലേക്ക് പോവുകയുമായിരുന്നു. ഇതിനിടെ മേലെ പട്ടാമ്പിൽ വെച്ച് അഷ്റഫ് പോത്തിനെ കാണുകയും സംശയം തോന്നി പോത്തിനെ കെട്ടിയ സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തു. മോഷണം പോയത് തന്റെ പോത്താണെന്ന് ഉറപ്പായതോടെ ഓൾ കേരള കാറ്റിൽ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാഹനത്തിന്റെ പേരുൾപ്പെടെ പോത്തിനെ നഷ്ടപ്പെട്ട വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയുമുണ്ടായി. ഇതിനിടെയാണ് വാണിയംകുളം ചന്തയിൽ വിൽക്കാനെത്തിച്ച് കച്ചവടം ഉറപ്പിക്കുന്നതിനിടെ പോത്തിനെ കണ്ടെത്താൻ സഹായിച്ചത്. പ്രതി റഹിനാസിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതിയെ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് കൈമാറി. പോത്തിനെയും സ്റ്റേഷൻ വളപ്പിൽ എത്തിച്ചു. അഷ്റഫിന്റെ പരാതി പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാണിയംകുളം കാലിച്ചന്തയിൽ നിന്നും പെരുമ്പിലാവ് കുഴൽമന്ദം ഉൾപ്പെടെയുള്ള പല കാലിച്ചന്തകളിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കന്നുകാലികൾ മോഷണം പോയിരുന്നു. ഈ മോഷണ കേസുകളിലും പ്രതിക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പട്ടാമ്പിയിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ചേംബർ ഹൗസിൽ വെച്ചായിരുന്നു സ്വീകരണം. പട്ടാമ്പി നഗരസഭയിലെ ജനപ്രതിനിധികൾക്കാണ് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയത്. ചേംബർ ഹൗസിൽ വെച്ചായിരുന്നു സ്വീകരണ സമ്മേളനം നടന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP കമാൽ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി KC സുധാകരൻ, ട്രഷറർ G സൈമൺ, നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വൈസ് ചെയർപേഴ്സൺ ഹസ്ന അനീഫ, ഡോക്ടർ KP മുഹമ്മദ് കുട്ടി, TP ഉസ്മാൻ, CP സജാദ്, ഉസ്മാൻ യൂണിറ്റി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്വീകരണം ഏറ്റുവാങ്ങിയ ജനപ്രതിനിധികൾ മറുപടി പ്രസംഗവും നടത്തി. ഡോക്ടർ KP മുഹമ്മദ് കുട്ടി മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, പിന്നീട് പ്രിയപ്പെട്ട കാശി വിശ്വനാഥൻ, അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ടതാണ്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത പ്രവർത്തനം എന്ന് സൂചിപ്പിക്കുക. ഒരുപക്ഷെ അതിനു മുമ്പും അതിന് ശേഷവും ഒരു വ്യാപാര സംഘടനകൾക്കും അത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടില്ല. നേരത്തെ കമാൽ സൂചിപ്പിച്ചതുപോലെ 25 വർഷക്കാലമായി നടത്തിവരുന്ന കണ്ണിന്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെ, അതല്ലെങ്കിൽ സമൂഹ വിവാഹം, അതൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ്. അന്ന് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്തായാലും പ്രിയപ്പെട്ട കാശി വിശ്വനാഥന്റെ ഓർമ്മ നിലനിർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ മറ്റേതെങ്കിലും പ്രദേശത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം അത് കോപ്പി അടിച്ച് പട്ടാമ്പിയിലേക്ക് എത്തിക്കുന്നതിന് പകരം പട്ടാമ്പിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അതല്ലെങ്കിൽ പട്ടാമ്പിയുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഈ പ്രദേശത്തുള്ള കച്ചവടക്കാരായാലും, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നഗരം വികസനം ആഗ്രഹിക്കുന്ന ആളുകളോട് വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് സമാനതകളില്ലാത്ത രീതിയിലേക്ക് ഒരു സൗന്ദര്യവൽക്കരണമൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് നടത്തേണ്ടത്. ഫെബ്രുവരി 15 നടക്കുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോണിന്റെ ഭാഗമായുള്ള പ്രമോ റൺ കോതച്ചിറ അരുണോദയം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. ആരോഗ്യം, ശുചിത്വം, ലഹരിമുക്തം എന്ന സാമൂഹിക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്.
കോതച്ചിറ അരുണോദയം ക്ലബ്ബിൽ നിന്നും ആരംഭിച്ച മാരത്തൺ കോതച്ചിറ അക്കിക്കാവ് റോഡ് വഴി 2.5 കിലോമീറ്ററോളവും തിരിച്ചുമാണ് നടത്തിയത്. അരുണോദയം ക്ലബ്ബ് അംഗങ്ങളും റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങളും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. പരിപാടി നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് വിദ്യാധരൻ, മനോജ് മാസ്റ്റർ, തമ്പി കൊള്ളനൂർ, ലാൽകൃഷ്ണ, CM വേണുഗോപാൽ, KG സനൽ, K മനോഹരൻ, രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.